എന്നതാണ്. നിങ്ങളുടെ അറിവിലേക്കായി ആ സിനിമയുടെ പേര് പറയാം. പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ. സ്വാഭാവികമായി ഇപ്പം സിനിമയിൽ ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ ഒന്നുകൂടെ വന്ന് സമകാലീന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണെന്നുള്ള തോന്നലിൽ നിന്നാണ് അങ്ങനെയൊരു ആശയമുണ്ടായത്. രണ്ടാം ഭാഗമല്ല, വളരെ തികച്ചും സ്വതന്ത്രമായ രീതിയിലുള്ളൊരു വിഷയമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക എന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അറിഞ്ഞുകൂടാത്ത പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണല്ലോ നല്ലത്. പക്ഷേ ആസാദ് എന്നെ വിളിച്ചു, ഞാൻ വന്നു. കാരണം മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ആദ്യ വർഷത്തെ അവസാനം ആനുവൽ ഡേക്ക് 4 ഹൗസുകളായി കുട്ടികളെ തിരിച്ച് ഈ ഹൗസുകൾ തമ്മിൽ ഒരു നാടക മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ പ്രൊഫസർ CG നായർ എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരു മുറിയിൽ അദ്ദേഹത്തെ ചെന്ന് കാണാൻ നോട്ടീസ് വന്നതിനനുസരിച്ച് അഭിനയമുഖികളായ കുറേ പേർ ആ മുറിയിൽ ചെന്നിരിക്കുന്നു. ഞാനും ഇരിക്കുന്നു. വൈരൂപ്യങ്ങൾ എന്നു പേരുള്ള ഒരു നാടകമായിരുന്നു മത്സരത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത് വച്ചിരുന്നത്. അപ്പം അതിൽ സൗന്ദര്യമില്ലാത്ത, വ്യക്തമായി പറഞ്ഞാൽ വിരൂപനായ ഒരു കഥാപാത്രം ആവശ്യമുണ്ട്. 4-5 പേർ ആ റോളിന് വേണ്ടി അഭിനയം കാഴ്ചവെച്ചു. പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ അധ്യാപകൻ തീരുമാനിച്ചിരുന്നു ഇവൻ തന്നെ. അതേ നാടകത്തിൽ തന്നെ വളരെ സുന്ദരനായ ഒരു MBBS ഡോക്ടറുടെ കഥാപാത്രം ഉണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം. അവിടെ ആസാദും നേടി. ആ നാടകം ഏറ്റവും നല്ല നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും നല്ല നടനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അന്ന് തന്നെ കോളേജ് തലത്തിൽ എൻ്റെ സൗന്ദര്യമില്ലായ്മ അംഗീകരിക്കപ്പെട്ടു. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആസാദിനെ തലശ്ശേരിയിൽ വെച്ച് 1-2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആസാദ് ബ്രണ്ണൻ കോളേജിലായിരുന്നു. ഞാൻ മട്ടന്നൂരിൽ തന്നെ തുടർന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പച്ച പിടിച്ച ഒരു ഓർമ്മയാണ് ഒന്നിച്ച് നാടകത്തിൽ അഭിനയിക്കുക, അല്ലെങ്കിൽ അന്ന് പഠിച്ച ആളുകളെ വീണ്ടും കണ്ടുമുട്ടുക എന്നൊക്കെ പറയുന്നത്. 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവസാനമായി ആസാദിനെ അവിചാരിതമായി വെയ്ക്കിൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ച് കാണുന്നത്. ആ പഴയ കാലം അന്ന് വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആസാദിനെ ഒന്ന് കാണാം. പിന്നെ ബ്രണ്ണൻ കോളേജ് എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്. ബ്രണ്ണൻ കോളേജ് നാടോടിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ദാസനും വിജയനും എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ. ദാസൻ വിജയനോട് വീമ്പിളക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. പുള്ളിയുടെ കാമുകിയായിട്ട് പുള്ളി അപ്പോൾ സങ്കല്പിച്ചിരുന്നത് MBBS പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ വിജയനോട് ദാസൻ പറയാണ്, എടാ ഞാൻ അവളെ കല്യാണം കഴിക്കും, അവൾ MBBS ഒക്കെ പാസ്സായി ഒരു ആശുപത്രി തുടങ്ങും, അത് എൻ്റെ അധീനതയിലായിരിക്കും, ഞാനായിരിക്കും അതിൻ്റെ ഭരണമൊക്കെ. അപ്പോൾ ചൊറിയും ചരങ്ങുമൊക്കെ പിടിച്ച് നീ അവിടെ വരും, നിന്നെ ഞാൻ പിഴിഞ്ഞെടുക്കും. അപ്പോൾ വിജയൻ പറയും, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രണ്ണൻ കോളേജ് ഒരു നടക്കാതെ പോയ സ്വപ്നമാണ്. വേറൊന്നുമല്ല, ഈ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ
എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ സ്കൂളിൽ പോകുന്നു, അപ്പോൾ പിന്നെ ഞാനും പോകുന്നു. എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, ഇത് ഭാവിയിലേക്ക് ഏത് രീതിയിലാണ് പ്രയോജനപ്പെടാൻ പോകുന്നത് ഒന്നും അറിയില്ല. എൻ്റെ അച്ഛനൊരു സ്കൂൾ മാഷായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നില്ല എന്തിനാ പഠിക്കുന്നത്. അങ്ങനെ എന്തിനോ ഞാൻ പോയിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു പ്രീ ഡിഗ്രി കാലഘട്ടമൊക്കെ എത്തിയപ്പോഴാണ്, അന്നെനിക്ക് കുറച്ച് പുസ്തക വായനയും സാഹിത്യ സമ്പർക്കമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വന്തമായ ചില ആലോചനകളിലൂടെ ഞാൻ മനസ്സിലാക്കി, ആ സാഹിത്യ സമ്പർക്കം കൊണ്ട് തന്നെ മലയാളം ഐച്ഛിക വിഷയമായി എടുത്തിട്ടും ബ്രണ്ണൻ കോളേജിൽ മാത്രമേ അതുള്ളൂ, മട്ടന്നൂർ കോളേജിലില്ല. അപ്പോൾ അച്ഛനോട് ഞാനത് പറഞ്ഞു. അപ്പം 2 ബസ്സിൽ കയറി ധർമ്മടത്തെത്തണം പാട്യത്തുനിന്ന്, ആ ചിലവോർത്തിട്ടായിരിക്കണം. അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ ആണ് ആ നടക്കാതെ പോയ സ്വപ്നം. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമ സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഡെസ്റ്റിനി. പക്ഷെ ഞാൻ ബ്രണ്ണൻ കോളേജിൽ ഒരു തവണ പോയിരുന്നു. ഒരു 2 മണിക്കൂർ നേരം ഞാനവിടെ ചിലവഴിച്ചു. പിന്നെ അതൊക്കെ പഴയ കാര്യം. അപ്പം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം പലപ്പോഴും ആളുകൾ എന്നെപ്പറ്റി എഴുതുമ്പോൾ എനിക്ക് ചേർക്കുന്ന വിശേഷണം ഉയരമില്ലാത്തവൻ, സൗന്ദര്യമില്ലാത്തവൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യനല്ലേ, ഇത്തിരി അപകർഷതാബോധം എന്നിലുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു ഇതിൽ നിന്നാണ് തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഞാൻ ഉണ്ടാക്കിയത്. വടക്ക് നോക്കി യന്ത്രം. ആ ചിത്രത്തിന് സർക്കാരിൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടി. അങ്ങനെ എൻ്റെ സൗന്ദര്യമില്ലായ്മ സർക്കാരും അംഗീകരിച്ചു. ഇന്നലെ ഇവിടെ ഈ കൂട്ടത്തിലുള്ള ഒരാളെന്നോട് അദ്ദേഹം തന്നെ കല്ലാറ് പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ തലശ്ശേരിയിൽ 3-4 ഗേൾസ് സ്കൂളിൻ്റെ ഒക്കെ നടുവിലുള്ള ചില സ്ഥലങ്ങളിൽ പുസ്തകം നോക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുമ്പിലൊന്നും ഞാൻ നിൽക്കില്ല, കാരണം എനിക്ക് എന്നെപ്പറ്റി നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴേ ഈ സത്യം മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ ഞാനെന്തോ പറയാൻ വന്നതെല്ലാം മറന്നുപോയി. ആത്മവിശ്വാസത്തിൻ്റെ കാര്യം. അപ്പോൾ എന്താ ഇപ്പോൾ കൂടുതൽ പറയാനുള്ളത്? ആസാദിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ നമ്മളിപ്പം ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകൾ വിഘടിച്ച് നിൽക്കുകയാണ്, തർക്കിക്കുകയാണ്, പോരാടുകയാണ് തമ്മിൽ. അപ്പം ഒന്നിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും പേര് പറഞ്ഞ്, ബ്രണ്ണൻ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേര് പറഞ്ഞെങ്കിലും ഒന്നിച്ചു കൂടാനും പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു സംഘടിതമായ ആഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധിക്കുമെങ്കിൽ വലിയ കാര്യമാണ്. ഇപ്പം ചരിത്രം എഴുതാൻ ആർക്കും സാധിക്കും എന്ന് പറയും, പക്ഷേ ചരിത്രം സൃഷ്ടിക്കാൻ മഹാന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയും. എൻ്റെ സുഹൃത്ത് ശ്രീ സുധീഷിൻ്റെ പ്രണയ ചന്ദ്രകാന്തം എന്ന് പറയുന്നൊരു പുസ്തകം ഇന്നിവിടെ റിലീസ് ചെയ്യുന്നുണ്ടല്ലേ. പ്രണയ ചന്ദ്രകാന്തം എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്നിവിടെ റിലീസ് ചെയ്യുകയാണ്. ഇപ്പം ഈജിപ്തിൽ ഹസ്നി മുബാറക്കിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം, ലിബിയയിൽ എന്ത് സംഭവിച്ചു ഗദ്ദാഫിക്ക് എന്ന് നമുക്കറിയാം.
ഇപ്പം സുഡാനിലും സിറിയയിലും യമനിലും ഒക്കെ സംഘർഷങ്ങളും കലാപങ്ങളും അക്രമങ്ങളും ഒക്കെയാണ്. അതിനേക്കാൾ വലുതല്ല സുധീഷിൻ്റെ ഈ പുസ്തകം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബ്രണ്ണൻ കോളേജിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മുരളീധരൻ ആശംസകൾ അർപ്പിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, സഹപാഠികളെ, തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ഇവിടെ UAE-യിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടന 10 വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ സഹീർ ഹസൻ എന്നെ വിളിച്ചപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെ ഒക്കെ കാണാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കണ്ടത്. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്നതിനിടയിൽ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് ജീവിക്കാനായിട്ട് മറ്റ് നാടുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ അറിയുക എന്നുള്ള ഒരു അവസരം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ യാത്രയെ കണ്ടത്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആദ്യത്തെ ദുബായ് യാത്രയാണ്. ഞാൻ ഇതിനു മുമ്പ് ദുബൈയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ മധ്യപൂർവേഷ്യയിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. കേരളത്തിലെ ഒരു വലിയൊരു സമൂഹം ഈ പ്രദേശത്ത് ജീവിക്കുന്നു. പൊതുവേ നമ്മുടെ നാട്ടിൽ ഗൾഫിലുള്ള ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ പണ്ടുകാലത്ത് ഒക്കെ ആൾക്കാർ ധരിച്ചിരുന്നത് അവിടെ കോടികൾ സമ്പാദിക്കുന്ന ആളുകളാണെന്നാണ്. ഇന്ന് ആ ധാരണ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, വളരെ വിഷമം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളത് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്തരത്തിൽ ഇവിടെ വരേണ്ട സാഹചര്യമില്ലാതാക്കാൻ അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തുക എന്നുള്ള ഇതാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളിൽ നിന്നൊക്കെ ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് ഈ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തന്ന ബ്രത്തിൻ്റെ ഭാരവാഹികളോട് ഞാൻ വളരെയേറെ കടപ്പെട്ടവനാണ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാലഘട്ടം, ബ്രണ്ണനിൽ പഠിച്ചിട്ടുള്ള കാലഘട്ടം, ആ കാലഘട്ടം വളരെ ജീവിതകാലം മുഴുവൻ തന്നെ ഓർമ്മയിൽ നിലനിൽക്കുന്ന അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ഇവിടെ സംസാരിച്ച ബ്രത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സഹീർ ബ്രത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. എല്ലാവിധ ഈ UAE പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ട് ബ്രണ്ണനിലെ കലാലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിച്ചു. എനിക്കൊരു കാര്യം കൂടി ബ്രത്തിൻ്റെ ഭാരവാഹികളുടെ മുന്നിൽ വെക്കാനുള്ളത്, കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നം നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള, സാക്ഷരത നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമ്മൾ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. 100% സാക്ഷരത നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്ന് പറയാം. സ്ത്രീകൾ ഇത്രയധികം വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനം ഈ രാജ്യത്ത് വേറൊരു സംസ്ഥാനം ഉണ്ടാവില്ല.
പക്ഷെ ഇതൊക്കെയാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന, അതിനുള്ള കഴിവ് ആർജിച്ചിട്ടുള്ള, ആത്മവിശ്വാസം ആർജിച്ചിട്ടുള്ള ആ ആളുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ പരിമിതമാണ്, കുറവാണ് എന്നുള്ളതാണ് അനുഭവം. വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ നാട്ടിൽ തൊഴിൽദായകരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമല്ല, തൊഴിലന്വേഷകരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 8ാം ക്ലാസ് പാസ്സായിട്ടുള്ള 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾ പോലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ കേരളത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷവും തൊഴിലന്വേഷിച്ച് നടക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സുകളും കമ്പ്യൂട്ടർ ലാബും അതുപോലെ കോളേജിനുള്ള ബസ്സും ഒക്കെ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു പുതിയ സംസ്കാരം എന്ന് പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പറയുന്നത് കേരളത്തിലെ ഉപഭോഗ സംസ്കാരമാണെന്നാണ്. ആ ഉപഭോഗ സംസ്കാരം അത് കേരളത്തിന് ഗുണകരമല്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ആ ഉൽപാദന സംസ്കാരം കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ കേരളത്തിലെ ജനത സംരംഭകരാകുന്ന, കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ, അവർക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉള്ള കഴിവ് ആർജിക്കുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ ഈ ഉപഭോഗ സംസ്കാരത്തിന് പകരം ഒരു ഉൽപാദന സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം ഉണ്ടാകണമെങ്കിൽ കോളേജുകളിൽ നിന്നും അതിൻ്റെ താഴെയുള്ള തലങ്ങളിലും, ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും എൻ്റർപ്രണർഷിപ്പ് ക്ലബ്ബുകൾ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ പലപ്പോഴും ഒരു ഔപചാരികതയിൽ കവിഞ്ഞുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നില്ല. ബ്രണ്ണൻ കോളേജിൽ നിന്ന് സംരംഭകരെ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ബ്രത്തിന് പുതിയ മെമ്പർമാർ കിട്ടുന്നത് കുറയും. പക്ഷേ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ആ കോളേജിൽ നിന്ന് പഠിച്ചു പുറത്തു വന്നു കഴിഞ്ഞാൽ അവൻ സമൂഹത്തിന് ഒരു അഡീഷൻ ആവുന്ന, ഒരു കോൺട്രിബ്യൂഷൻ ആവുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത്തരത്തിൽ സമൂഹത്തിനൊരു മികവുറ്റ സംഭാവനയാകുന്ന തരത്തിൽ ബ്രണ്ണനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് ബ്രത്തിൻ്റെ പരിശ്രമങ്ങളിലൂടെ മാറ്റമുണ്ടാകുമെങ്കിൽ കേരളത്തിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനത്തിൽ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കേരളത്തിൻ്റെ മുഴുവൻ മാറ്റം, കേരളത്തിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ, ഇപ്പോൾ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർ നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ പോരായ്മകളാണ്. പക്ഷേ ആ പോരായ്മകളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ആ ശ്രമങ്ങൾ നമ്മുടെ ബ്രത്ത് പോലെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീനിവാസൻ്റെ അദ്ദേഹത്തിൻ്റെ ആക്ഷേപഹാസ്യം അത് നമ്മൾ ഉൾക്കൊണ്ടു, അതിന് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അഷ്വറൻസ്, എന്നുള്ളൊരു ഉറപ്പ് അത് നൽകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കും ശ്രീനിവാസൻ നിർമ്മിക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക്, ആ സിനിമകൾ തീർച്ചയായിട്ടും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം, ആ മാറ്റമുണ്ടാക്കിയെടുക്കാൻ ബ്രത്തിന് പരിശ്രമിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം നിരവധി സുഹൃത്തുക്കൾ, പലരും പ്രായത്തിൻ്റേതായിട്ടുള്ള ഇത് കാരണം തിരിച്ചറിയാൻ ഒരുപക്ഷെ കുറച്ചൊക്കെ വൈകുന്നുണ്ടെങ്കിലും ആ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്ന ധാരാളം ആളുകളെ വീണ്ടും ഒരിക്കൽ കൂടി കാണാനുള്ള അവസരമുണ്ടാക്കിയ ബ്രത്തിൻ്റെ ഭാരവാഹികൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിനും ഭാവിയിലും ഉള്ള പ്രവർത്തനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. Friends, we have with us Mr. Francis Xavier, Consul, Community Affairs, Indian Consulate. Brath wholeheartedly welcome you, sir. Swagatam. Namaskaram, dear President, alumni of Braden College, our chief guest, Mr. Srinivas, and all other dignitaries on dais and all present here. On behalf of the Consulate of India, I would like to thank the alumni of Bremen College for inviting me to felicitate Breathe
for completing 10 years of establishment in UAE. Being established in 1890 by a philanthropist named Edward Bremen, who for a vision of welfare and goodwill of the people of Kerala. Brennan's College stands tall today by contributing the community in social, cultural, and all physical dimension to be extended over from Kerala to UAE today. I wish you all the success and luck for bright new future in the new endeavor. God bless you all. Thank you very much. താങ്ക് യു സർ. ബ്രണ്ണൻ പൂർവ്വ വിദ്യാർത്ഥി പ്രസിദ്ധ കഥാകൃത്ത് ശ്രീ വി ആർ സുധീഷ്. പ്രിയപ്പെട്ടവരെ, ഹേ ബ്രണ്ണൻ, ഓർമ്മകളുടെ ജ്ഞാനസ്നാനവുമായി ഞാൻ നിന്റെ തിരുമുറ്റത്തേക്ക് തിരിച്ചെത്തുന്നു എന്നെഴുതിയ, ഞങ്ങൾക്ക് മുമ്പേ ബ്രണ്ണനിൽ പഠിച്ചു പോയ കുഞ്ഞപ്പ പട്ടാനൂരിൻ്റെ കവിതയിലെ വരികളാണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്. ബ്രണ്ണൻ കോളേജ് ഭൂപ്രകൃതി കൊണ്ടും ജ്ഞാനലബ്ധി കൊണ്ടും ഞങ്ങളുടെ തലമുറയെ, ഞങ്ങൾക്ക് മുൻപുള്ള തലമുറയെ, ഒരുപക്ഷെ പിൻതലമുറയെയും ഏറെ ആഹ്ലാദിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ, രചനയെ രൂപപ്പെടുത്തിയത് ബ്രണ്ണൻ എന്ന കലാലയമാണ്. 2 വർഷം മാത്രമേ ഞാൻ ബ്രണ്ണനിൽ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ആ കലാലയം എനിക്ക് തന്ന അനുഭവങ്ങളുടെ നിറവും ഓർമ്മകളുടെ നിറവും ശൈലിയുടെ നിറവും കൊണ്ട് അത്രയേറെ ഞാൻ ആ ശാന്തിവനത്തോട് കടപ്പെട്ടിരിക്കുന്നു. ശാന്തിവനം ഞങ്ങൾ കുട്ടികൾ ബ്രണ്ണൻ്റെ പിന്നാമ്പുറത്തെ ഹരിതവനത്തിന് നൽകിയ പേരാണ്. ആ ഹരിതവനത്തിൽ നിന്ന് എത്രയോ മനസ്സുകളിൽ കവിതയുണ്ടായി. ആ ഹരിതവനത്തിൽ നിന്ന് എത്രയോ മനസ്സുകളിൽ പ്രണയമുണ്ടായി. ആ ഹരിതവനത്തിൽ നിന്നും എത്രയോ മനസ്സുകളിൽ തീവ്രമായ രാഷ്ട്രീയത്തിൻ്റെ മൂർച്ചകളുണ്ടായി. ബ്രണ്ണൻ കോളേജിലേക്ക് വടകരയിൽ നിന്ന് രാവിലെ പുറപ്പെടുന്ന ഒരു ബസ്സിൽ, ആ ബസ്സിൻ്റെ പേര് വൈക്കിംഗ് എന്നായിരുന്നു. എന്നും ഞാൻ ആവോളം ബ്രണ്ണനെ അനുഭവിക്കുവാൻ എത്തിച്ചേരുന്നു. ബിരുദാനന്തര ബിരുദത്തിനാണ് ബ്രണ്ണനിൽ പഠിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം 2 ഗുരുനാഥന്മാരുടെ ദീപ്തമായ ഓർമ്മകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു കലാലയമാണ് ബ്രണ്ണൻ. ആ 2 ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ ഒന്ന് എം.എൻ. വിജയൻ മാഷും മറ്റൊരാൾ എം. ലീലാവതി ടീച്ചറുമാണ്. ലീലാവതി ടീച്ചർ, ഞാൻ ബ്രണ്ണനിൽ MA-ക്ക് പഠിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ പ്രിൻസിപ്പലായിട്ട് വന്നത്. വിജയൻ മാഷ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഖ്യ അധ്യാപകനും. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരിക്കാൻ വേണ്ടി കൂടിയാണ് ബ്രണ്ണനിലേക്ക് അത്രയേറെ അഭിനിവേശത്തോടെ, ആവേശത്തോടെ ഞാൻ ഓരോ ദിവസവും കടന്നുപോയത്. അങ്ങനെ ലീലാവതി ടീച്ചറുടെ ക്ലാസ്സിൻ്റെ സൗന്ദര്യശാസ്ത്രവും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ആ അധ്യാപികയുടെയും ആ അധ്യാപകൻ്റെയും ജീവിതത്തിൽ ഞാൻ കണ്ട, ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ ഏറ്റവും വലിയ അധ്യാപകരാണവർ. ജീവിതത്തിൽ ഞാൻ രാസത്വരകമായി അനുഭവിച്ച സാന്നിധ്യമാണ് അവർ. ആ യാത്രകളിൽ വടകരയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുമ്പോൾ തലായി വഴിയാണ് പോവുക. ആ തലായിൽ ഇരമ്പുന്ന കടലിൻ്റെ ഇങ്ങേ അപ്പുറത്ത് എവിടെയോ രാഘവൻ മാഷ് ഉണ്ടല്ലോ എന്ന് ഞാൻ അന്ന് ഓർക്കാറുണ്ട്. വടകരയിലിരുന്നാൽ, എൻ്റെ നാട്ടിലിരുന്നാൽ തെക്ക് കോഴിക്കോടും വടക്ക് തലശ്ശേരിയുമാണ്. തെക്ക് കോഴിക്കോട്ട് ബാബുരാജ് നിറയുന്നു, തലശ്ശേരിയിൽ രാഘവൻ മാഷ് നിറയുന്നു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഈ സംഗീതജ്ഞരുടെ സൗന്ദര്യ
രൂപങ്ങൾ നല്ല പാട്ടുകളിലൂടെ ചഷകം പോലെ മോന്തി കുടിക്കുന്നു. അവരെ രണ്ടുപേരെയും എനിക്ക് അറിഞ്ഞുകൂടാ, വ്യക്തിപരമായി അറിഞ്ഞുകൂടാ. അവരുടെ പാട്ടുകൾ ആസ്വദിക്കുന്നു.